ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മലേഷ്യയിലെത്തി രണ്ടാമത്തെ ദിവസം നമ്മൾ ഗെൻറ്റിങ്ങിലേക്കാണ് പോകുന്നത്. രാവിലെ തന്നെ റെഡിയായി നേരെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ബുഫേ ആയിരുന്നു. എല്ലാ ദിവസവും നമുക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അവിടുത്തെ മലേഷ്യൻ ഫുഡ്സും ഇന്ത്യൻ ഫുഡ്സും ഒക്കെ ഉണ്ട്. സോസേജ്, അങ്ങനത്തെ നൂഡിൽസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുമ്പോഴാണ് ഡ്രൈവർ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരുന്നത്. നമ്മൾ ഫസ്റ്റ് ബാട്ടു കേവ്സ് പോയിട്ടാണ് ഗെൻറ്റിങ്ങിലേക്ക് പോകുന്നത്. അപ്പം ബാട്ടു കേവ്സിൻ്റെ അവിടെ തൈപ്പുയോ എന്ന് പറഞ്ഞിട്ട് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നേരെ മാരിയമ്മൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. അത് നമ്മുടെ ഐറ്റ്നറിയിലുള്ളതല്ല, എന്നാലും നമ്മൾ ആ മാരിയമ്മൻ ടെമ്പിൾ കൂടി വിസിറ്റ് ചെയ്തു. ഒരു 1 ഹവറോളം നടന്ന് കാണാനായിട്ടുള്ളതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഗെൻറ്റിങ്ങിലേക്ക് പോവാണ്. ഗെൻറ്റിങ്ങിലേക്ക് ഇവിടെ നിന്നൊരു 1 ഹവർ ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. ഇപ്പോൾ പോകുന്ന വഴിക്കത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. റോഡൊക്കെ ഭയങ്കര നീറ്റാണ്, ഒന്നും തന്നെ പറയാനില്ല. അത്രയ്ക്ക് വൃത്തിയാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും. ന്യൂ ജനറേഷൻ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ പോകുന്ന വഴിക്ക് കാണുന്നത്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്, ജയ്പൂർ റെസ്റ്റോറൻറ്റ്. എല്ലാവർക്കും കംഫർട്ട് ഫുഡ് ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ഫുഡും അല്ലാതെ മലേഷ്യൻ ഫുഡ്സും ഉണ്ടായിരുന്നു അവിടെ. ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം. അവിടെ നമ്മൾ നേരെ ഗെൻറ്റിങ്ങിലെത്തി. ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഭയങ്കര ക്യൂവും തിരക്കും ഒക്കെയാണ്. കൂടുതലും ചൈനീസൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് നമ്മൾ നമ്മുടെ കേബിൾ കാറിലോട്ട് കയറിയത്. അങ്ങനെ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ കേബിൾ കാർ എത്തി. നമ്മൾ കയറി ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഇരിക്കുന്നത്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. 3.5 കിലോമീറ്ററോളം നമ്മൾ ഈ കേബിൾ കാറിൽ പോകാനായിട്ടുണ്ട്. വൺ സൈഡ് തന്നെ ഏകദേശം ഒരു 20 മിനിറ്റോളം ഉണ്ട്. കേബിൾ കാറിൽ കയറാനായിട്ട് പേടിയുള്ളവർക്ക് ക്യാബ് ബുക്ക് ചെയ്ത് പോകാം, അതിനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷെ ഇതിൽ കയറിയില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ ആയിപ്പോയേനെ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി മുകളിൽ വരെ എത്തുന്ന സമയത്തുള്ള ആ ഒരു കാഴ്ചകളും ഭയങ്കര രസമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇക്ക ഒരു 5-6 പ്രാവശ്യം മലേഷ്യയിൽ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇക്ക ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ഈ വലത് സൈഡിൽ കാണുന്ന ആ ടെമ്പിളാണ് ചിൻസ്വി ടെമ്പിൾ. അതൊരു ചൈനീസ് ടെമ്പിളാണ്. നമ്മൾ പിന്നെ അവിടെ ഇറങ്ങിയില്ല. ഓൾറെഡി നമ്മളൊരു തെൻഹൗ ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയില്ല. അവിടെ ഇറങ്ങേണ്ടവർക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങി ചിൻസ്വി ടെമ്പിൾ വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഉയരം കൂടി വരും തോറും ചെറിയ തണുപ്പൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു വയനാട്ടിൽ മൂന്നാറിലൊക്കെ പോയൊരു ഫീല് വരും, അതുപോലത്തെ തണുപ്പാണ്. ഫുള്ള് ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തണുപ്പ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഗെൻറ്റിങ് ഹൈലൻഡ് ലോകത്തിലെ ഏറ്റവും തന്നെ വലിയ റിസോർട്ടാണ്. ഏകദേശം 7300ഓളം റൂമുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവിധ ഫെസിലിറ്റീസും പ്രീമിയം ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോകുന്നവർക്ക് വെളിയിലേക്ക് ഒരു കാരണത്തിനും ഇറങ്ങേണ്ട വരത്തില്ല, എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂടിട്ട് നമുക്കൊന്നും കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ്. പക്ഷെ ഭയങ്കര രസമാണ്. നമ്മളിതിൽ കയറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് വളരെ നഷ്ടമായി പോയതിന്, അത്രയ്ക്ക് അടിപൊളിയാണ്. ഇച്ചിമയ്ക്ക് പേടിയൊക്കെ ആയിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അവൻ ഒരു പേടിയില്ല. അവനൊന്ന് വളരെ ഹാപ്പി ആയിട്ട് അവൻ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവൻ എഴുന്നേൽക്കുന്നൊന്നുമില്ല.
നിങ്ങൾ ആരെങ്കിലും മലേഷ്യയിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ കേബിൾ കാർ റൈഡ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അച്ചിക്ക് ചെറുതായിട്ടൊരു പേടി വരുന്നുണ്ട്. അച്ചി കുറച്ചും കൂടി ദൂരം ചെറുതായിട്ടൊരു ഷേക്കും കാര്യങ്ങളൊക്കെ വരും ഹൈറ്റ് കൂടുന്തോറും. പക്ഷേ ഇച്ചിരി ഒരു പേടിയില്ല. അവൻ കണ്ടോ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു, തുള്ളുന്ന് കടന്ന്. ഗെൻഡിങ്ങിൽ എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.